ഹലോ സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഒരു കാര്യം അവതരിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് കയറുന്നത്. ഇത് കുഞ്ഞാമി വ്ളോഗാണ്. അപ്പോൾ അവരെ അനുവാദത്തോട് കൂടിയിട്ടാണ് ഞാൻ ഈ ചാനലിൽ കയറുന്നത് കേട്ടോ. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഇന്നൊരു കാഴ്ച കണ്ടു. പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ഒരു തട്ടുകടയിൽ നിന്ന് ഒരാൾ വന്നിട്ട് ഫുള്ള് ഭക്ഷണം കഴിച്ചു, നല്ലവണ്ണം കഴിച്ചു. 250 രൂപയുടെ ഭക്ഷണം കഴിച്ചു. എന്നിട്ട് അയാൾ പിന്നെ ഗൂഗിൾ പേ ചോദിച്ചു. അപ്പോൾ ആ കടക്കാരൻ ഒരു പാവമാണ്. അയാൾക്ക് പിന്നെ വലിയ വിദ്യാഭ്യാസം ഇല്ലാന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്. എനിക്ക് അയാളെ പരിചയമൊന്നുമില്ല, തോന്നുന്നുണ്ട് കണ്ടിട്ട്. അപ്പോൾ അങ്ങേരോട് ഇയാൾ ചോദിച്ചു ഗൂഗിൾ പേ ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ ആ ചേട്ടൻ എന്ത് ചെയ്ത് ഒരു കാർഡ് കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്ത്. അപ്പോൾ ഇങ്ങേര് അത് നോക്കിയിട്ട് ആ 200 സംതിങ് അടിച്ചും ചെയ്തു. ആ സമയത്ത് ഞാൻ ജസ്റ്റ് നോക്കിയതാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് അറിയണമല്ലോ. നോക്കിയപ്പോൾ ഇയാൾ അടിച്ചത് പുഷ്പ എന്ന പേരിൽ ആണ് ഈ പൈസ അടിച്ചത്. അപ്പോൾ ഇയാളെ പേര് പിന്നെ അതുമില്ല, ഒരു ആണല്ലേ, ആൺ മനുഷ്യനാണല്ലോ ഇയാൾ. അപ്പോൾ ഈ കടക്കാരൻ ആൺ മനുഷ്യനാണ്. അപ്പോൾ ഈ കടക്കാരൻ്റെ പേരിൽ അടിച്ചാണ് പുഷ്പ എന്ന് വരില്ലല്ലോ. ഇനി ഇയാളെ ഭാര്യൻ്റെ അക്കൗണ്ടിലേറ്റാണോ അറിയില്ല നമുക്ക്. അങ്ങനെ ഞാൻ സംശയം ചോദിച്ചു കേട്ടോ ഇയാളോട്. അപ്പോൾ ഇയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ആ ചേട്ടാ എൻ്റെ പേര് തന്നെയാണ് അക്കൗണ്ട്. അപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചു, ചേട്ടാ നിങ്ങൾ അടിച്ചത് മാറിപ്പോയെന്ന് ചോദിച്ചു, ഗൂഗിൾ പേ ചെയ്തത് മാറിയോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇല്ല, മാറിയിട്ടില്ല. ശരി, ഓക്കെ. അപ്പം നിങ്ങൾ അടിച്ചത് ആർക്കാന്ന് ചോദിച്ചാൽ, നിങ്ങൾ അടിച്ചത് ആർക്കാ? ഈ നിങ്ങളിപ്പോൾ ഭക്ഷണം കഴിച്ചതിൻ്റെ പൈസ അടിച്ചത് ആർക്കാ നിങ്ങൾ ഗൂഗിൾ പേ ചെയ്തത് ചോദിച്ചു. അപ്പം ഇങ്ങനെ പറഞ്ഞാൽ ഇയാൾക്ക് തന്നെ അടിച്ചത്, ഈ സ്കാനർ നോക്കിയിട്ട് അടിച്ചത് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ സ്കാനർ പരിശോധിച്ചിട്ട് ഞാൻ അതേപോലെ ഒന്ന് ചെയ്തു നോക്കി, 1 രൂപ ഇട്ട് നോക്കി ഞാൻ. അപ്പോൾ കറക്റ്റ് അത് അയാളെ പേരിലേക്കാണ് ചെല്ലുന്നത്. അപ്പോൾ ഇയാൾ അടിച്ചത് എങ്ങനെ മാറി എന്നാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ നിങ്ങൾ അടിച്ചത് നിങ്ങളുടെ ഭാര്യേൻ്റെ ഫോണിലേക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർ ആരെങ്കിലും ആവട്ടെ, അവരെ ഫോണിലേക്കാണ് നിങ്ങൾ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടത്. ഇയാൾക്കല്ല പൈസ കൊടുത്തത്. ഇയാളെന്ന് പറഞ്ഞാൽ, ഈ ചായക്കടക്കാരെന്ന് പറഞ്ഞാൽ ഒരു കാലിന് സ്വാധീനമില്ലാത്ത ഒരാളാണ്. ഇയാളെയാണ് ഇയാൾ പറ്റിച്ചത്. അപ്പം അങ്ങനെ ഇയാൾ പറ്റിച്ചപ്പോൾ ഞാൻ കയ്യോട് കൂടി പിടിച്ചു കേട്ടോ. കാരണം നമുക്കത് പിടിക്കേണ്ട ഒരു അവകാശം ഉണ്ട്. കാരണം നമ്മൾ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇന്ത്യൻ പൗരനാണ്. നമുക്ക് എവിടെയും പ്രതികരിക്കാം, എവിടെയും പറയാം, എവിടെയും സംസാരിക്കാം, ആരോടും സംസാരിക്കാം, ന്യായം ഉണ്ടെങ്കിൽ. അപ്പോൾ ഞാനത് കണ്ട് സംസാരിച്ചപ്പോൾ ഇയാൾ പറഞ്ഞതിനോട്, പിന്നെ ഏട്ടാ എനിക്കതൊന്നും അറിയില്ല, അല്ലെങ്കിൽ എനിക്കതൊന്നും അറിയില്ല, എല്ലാവരും ഇങ്ങനെ പൈസ തരും, ഇങ്ങനെ ഗൂഗിൾ പേ കാണിച്ചു ഒരു ശരി കണ്ടാൽ ഞാനത് ഓക്കെ എന്ന് പറയും, അതാണ് എൻ്റെ അത്. ഞാൻ ചോദിച്ചു നിങ്ങൾ വീട്ടിൽ പോയി പരിശോധിക്കലുണ്ടോ ചോദിച്ചു. അതൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി എത്ര രൂപയുടെ കച്ചവടം ഉണ്ട് ചോദിച്ചു. അപ്പോൾ 2000 രൂപയുടെ കച്ചവടം ഡെയിലി നടക്കുന്നുണ്ട് പറഞ്ഞു ഇയാൾ. അപ്പോൾ ഈ 2000 രൂപയുടെ കച്ചവടം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഹോട്ടലിൽ ഇങ്ങനെ 2000 രൂപയിൽ നിന്നല്ല നടക്കുക, ഒരുപാട് പൈസേൻ്റെ ബിസിനസ് ഉണ്ട് അയാൾക്കടെ. അപ്പോൾ നമ്മൾ കാണുന്നതാ. അപ്പോൾ അങ്ങനെ ഞാൻ ചോദിച്ചു, പിന്നെ ഈ പറ്റിച്ച ഈ വ്യക്തിയോട് ചോദിച്ചു ഞാൻ, നിങ്ങൾക്ക് എന്ത് കിട്ടും കേട്ടോ അതിൽ? കാരണം ആ സാധു ഒരു കാലിന് സ്വാധീനമില്ലാത്ത ഒരാളാണ്. അയാളെ പറ്റിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് നേട്ടമുള്ളത്? അതുകൊണ്ട് അയാളെ പൈസ കൊടുത്തേക്ക് പറഞ്ഞു ഞാൻ. അയാളെ പൈസ കൊടുത്തേക്ക്. അപ്പം എന്നോട് ചോദിച്ചു നിങ്ങളെങ്ങനെ ഇത് കണ്ടു വെച്ചു. ഞാൻ പറഞ്ഞു ഞാൻ കാണും. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കറിയാം നിങ്ങൾ ചെയ്തപ്പോൾ ഞാൻ കണ്ടത് പുഷ്പ എന്നാണ്. ഈ പുഷ്പ എന്ന് കാണുന്നത് അയാളെ പേരല്ലാന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയത്. അതുകൊണ്ട് അയാളെ പൈസ കൊടുത്ത് പോയിക്കോന്ന് പറഞ്ഞു ഞാൻ. പൈസ കൊടുത്ത് പൊയ്ക്കോ എന്ന് പറഞ്ഞപ്പോൾ ഈ കടക്കാരൻ എന്ത് ചെയ്തു അറിയോ? അയാളൊരു ഇരുമ്പിൻ്റെ വലിയൊരു തണ്ടെടുത്ത് ഒരു വടി. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഈ അടിക്കാനൊന്നും നിൽക്കണ്ട, ഇയാൾ പൈസ തരുമോ നോക്കട്ടെ, ഇല്ലെങ്കിൽ ഞാൻ മേടിച്ചുതരാം എന്ന് ഞാൻ പറഞ്ഞു. ആ നിമിഷം അയാൾ പൈസയും കൊണ്ട് വന്ന് ഇവിടെ വെച്ചു മേശപ്പുറത്ത്. 250 രൂപയല്ലേ, ഇതാ വെച്ചു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇയാളോട് പറഞ്ഞു, പൊന്നു മോനെ ഒരു കാര്യം ആലോചിച്ചോ, നിനക്ക് പിന്നെ ഞാൻ ഒരു യൂട്യൂബറാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ വൈഫിൻ്റെ യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ചാനൽ പിന്നെ നിൻ്റെ ഫോട്ടോ അടക്കം ഇട്ട് കഴിഞ്ഞാൽ നിന്നെ കാത്തിരിക്കുന്ന നിൻ്റെ ഭാര്യയും മക്കളും ഉണ്ട്. ഒരു പക്ഷെ അവരും കാണും ഈ ചാനൽ. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഈ ചാനലിൽ ഇടുന്നില്ല, മനസ്സിലായോ? ഇനിയെങ്കിലും ഒരാളെയും പറ്റിക്കാതെ നടക്കുക. ഒരു നേരം ഭക്ഷണത്തിന് വിശന്ന് കഴിഞ്ഞാൽ ഒരു ഹോട്ടലിൽ കയറി ആരോട് ചോദിച്ചാലും ഒരു നേരത്തെ ഭക്ഷണം അവർ തരും. ഏത് ഹോട്ടൽ ഉടമസ്ഥനാലും തരും.
അതിനവർ ബാധ്യസ്ഥരാ, അവർ തരും ചെയ്യും. വിശപ്പിൻ്റെ വില അറിഞ്ഞ ആൾക്കാരാണെങ്കിൽ അവർ തരും. അപ്പോൾ അതുകൊണ്ട് ഇനി മേലാൽ ഈ ജാതി തട്ടിപ്പ് കൊണ്ട് ഇറങ്ങല്ലേ. കാരണം ഇങ്ങനത്തെ ആളുകൾ പാവം. ഒരു ദിവസം ഞാൻ ചോദിച്ചു ഇയാളോട്, ഒരു ദിവസം 300 രൂപ വാടക കൊടുക്കണം അയാളെ കടക്കി. ഒന്ന് ആലോചിച്ച് നോക്ക്. 2000 രൂപയൊക്കെ കിട്ടുന്നുള്ളൂ. 3 പേരുണ്ട് അവിടെ പണിക്ക്. എടാ നീയൊക്കെ എത്രയാ ഒരു ദിവസം ശമ്പളം വാങ്ങുന്നത്? ഇതൊന്ന് ആലോചിക്ക്. ഒരു ദിവസം നീ എത്ര ശമ്പളം വാങ്ങിക്കുന്നത്? എന്നിട്ട് ഈ സാധുവിനെയാണോ നീ പറ്റിക്കാൻ നടക്കുന്നത്? ഞാൻ ആ നിമിഷം എൻ്റെ അടുത്ത് നിന്ന് പോരാൻ കാരണം എന്താണെന്നറിയോ? എനിക്കപ്പോൾ വേറൊരു ചുറ്റുപാടുണ്ടായിരുന്നു, വേറൊരു ചുറ്റലായിരുന്നു ഞാൻ. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്നൊരു ചായയും കുടിച്ച് ഓടി പോകാമെന്ന് വെച്ച് കയറിയതാ. അപ്പോഴാണ് ഇത് കാണുന്നത്. അല്ലെങ്കിൽ നിന്നെ പിന്തുടർന്ന് നിൽക്കും ഞാൻ, പിടിച്ച് ഏൽപ്പിക്കേണ്ടോടത്ത് ഏൽപ്പിക്കും നിന്നെ ഞാൻ. അത് വേണ്ടെന്ന് വെച്ചിട്ടാ അന്നേരം. പക്ഷെ നീ പൈസ കൊടുത്തുകൊണ്ട് ഞാൻ വിട്ടു, നിന്നെ പൊയ്ക്കോ എന്ന് പറഞ്ഞു ഞാൻ. അതുകൊണ്ട് ഇനി മേലാൽ അങ്ങനത്തെ പണിക്കൊന്നും നിൽക്കണ്ട. ഇല്ലെങ്കിൽ ഒരു നേരം തിന്നാൻ പൈസ ഇല്ല, എനിക്ക് നേരത്തെ ഭക്ഷണം തരുമോയെന്ന് ചോദിച്ചാൽ അവർ തരും, ഇയാളും തരും, ആരും തരും. ഞാൻ ആ നിമിഷം എൻ്റെ അടുത്തുണ്ടെങ്കിൽ ഞാൻ വാങ്ങിച്ചു തരും ഭക്ഷണം. ഞാൻ കടം പറഞ്ഞാലും ശരി, ഞാൻ മേടിച്ചു തരും. ഞാൻ നല്ല ഉള്ളവനൊന്നുമല്ല. ഞാൻ സാധാരണ ഒരു സെക്യൂരിറ്റി സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും ആ പരിപാടി നിർത്ത്. അപ്പോൾ ഞാൻ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, തട്ടുകട നടത്തുന്ന ഈ ചെറിയ ചെറിയ ചായക്കട നടത്തുന്ന ഇവരോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ കുമ്മട്ടി വെക്കുമ്പോൾ അതിലൊരു സ്കാനർ വെക്കുന്നുണ്ടല്ലോ, അവർ ഗൂഗിൾ പേ ചെയ്ത് തരും നിങ്ങൾക്ക്. ചേട്ടായി ശരിയാട്ടോ എന്ന് പറയും. നിങ്ങൾ ആ റൈറ്റ് നോക്കും. പക്ഷേ ഏത് അക്കൗണ്ടിലേക്കാണ് പണം കയറിയത് എന്ന് നിങ്ങൾ പരിശോധിക്കാറുണ്ടോ? ഇനി മുതൽ അത് പരിശോധിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ പൈസയാണ് പോവുക കേട്ടോ. അതുകൊണ്ട് ഞാൻ ഈ ചെറിയ വീഡിയോ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ജയ് ഹിന്ദ്.